ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. രാജാക്കാട് പഞ്ചായത്ത് മുൻ ഭരണസമിതിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPM രാജാക്കാട് ഏരിയ കമ്മിറ്റി. ഏതുവിധ അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. രാജാക്കാട് പഞ്ചായത്ത് മുൻ ഭരണസമിതിക്കെതിരെ ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റി ഉന്നയിച്ച അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം MN ഹരിക്കുട്ടൻ, ശൈലജ സുരേന്ദ്രൻ, രാജാക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ, VA കുഞ്ഞുമോൻ, ബേബിലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും നല്ല വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ആ വികസന പ്രവർത്തനത്തിൽ എല്ലാ കക്ഷികളും നല്ല പ്രവർത്തനത്തിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനം രാജാക്കാട് നടന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ ഒരു വിധത്തിലുള്ള എതിർപ്പുകളോ കാര്യങ്ങളോ ഇല്ലാതെയാണ് കഴിഞ്ഞ ഭരണസമിതി രാജാക്കാട്ടിൽ ഏറ്റവും ഫലപ്രദമായി മുന്നോട്ട് പോയത്. എന്നാൽ AV രാജൻ ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ പഞ്ചായത്തിൽ എന്തെല്ലാം അഴിമതി നടക്കുന്നുണ്ട്, പല കാര്യങ്ങളെ സംബന്ധിച്ച് പരാതി നൽകുകയും അത് ഒരു അന്വേഷണം ശരിയായ നിലയിലല്ല പോകുന്നതെന്നുള്ള നിലയിലുള്ള പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ AV രാജൻ എന്ന് പറയുന്ന കക്ഷി ഇപ്പോൾ രാജാക്കാട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എവിടെയുള്ള ആളാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ പഞ്ചായത്തിലെ മുൻ ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ AV രാജൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാരാണെന്നൊന്നും അറിയില്ല, നടക്കുന്നതെന്ന് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്ന കാര്യം പഞ്ചായത്ത് ഓഫീസിൻ്റെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം പണിതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ചില വിഷയങ്ങൾ വന്നിട്ടുണ്ടെന്നാണ്. പഴയ കെട്ടിടം പൊളിച്ച് കഴിഞ്ഞ ഭരണസമിതി അത് കൊട്ടേഷൻ വെച്ച് നിയമപരമായി ലേലം ചെയ്താണ് അത് കൊടുക്കുകയും മറ്റ് പുതിയ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എല്ലാം നിയമപരമായിട്ടാണ്. നടപടിക്രമങ്ങൾ പാലിച്ചും ഭരണസമിതിയുടെ അനുമതിയോടെയുമാണ് പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചതും കാലഹരണപ്പെട്ട സാധന സാമഗ്രികൾ ടെൻഡർ നടത്തി ഒഴിവാക്കിയതും. കൂടാതെ വാഹനമോടിയത് സംബന്ധിച്ച് വ്യക്തമായ രജിസ്റ്ററുകളുണ്ട്. കെട്ടിട നമ്പർ നൽകുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കുക മാത്രമാണ് പ്രസിഡന്റ് ചെയ്യുന്നതെന്നും ഇത്തരം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഹിന്ദു ഐക്യവേദി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതെന്നും നേതാക്കൾ പറഞ്ഞു. നിയമപരമല്ലാതെ ഒരു കാരണവും കൂടാതെ നമുക്ക് ഒരു പഞ്ചായത്തുകൾക്കും ഇതേപോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാൽ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ രാജൻ ഇതേപോലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. മറ്റൊരു വ്യാജ പ്രചരണം നടത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ ഉപയോഗങ്ങൾ വന്ന ക്രമക്കേടുകളെന്നാണ്. ഇപ്പോൾ ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം, പഞ്ചായത്തിൻ്റെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ വാഹനം എവിടെ രാവിലെ എടുത്ത് എങ്ങോട്ട് പോകുന്നു എന്നെല്ലാം അതിൻ്റെ രജിസ്റ്ററിൽ കയറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇപ്പോൾ രാജൻ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാനായി കഴിയും. മറ്റൊന്ന്, രാജൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം പഞ്ചായത്ത് ഭരണസമിതി ഏതാണ്ട് കെട്ടിട നമ്പരുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലാണ്. ഇത് ആര് പരിശോധിച്ചാലും കെട്ടിട നമ്പർ കൊടുക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അതിനകത്ത് ഭരണസമിതിക്കുള്ള അധികാരം എന്ന് പറയുന്നത് എന്തെങ്കിലും പരാതികൾ വന്നാൽ അത് അന്വേഷിക്കുക, അല്ലെ ഭരണസമിതി അത് അന്വേഷിച്ച് വേണ്ട നീക്കുപോക്കുകൾ നടത്തുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിനെയെല്ലാം ഭരണസമിതിയുടെ തലയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് ഭരണസമിതിയാണ് ഇതിന് എല്ലാ ഉത്തരവാദി എന്നുള്ള നിലയിലേക്ക് വരുത്താൻ രാജനെ പ്രേരിപ്പിക്കുന്ന ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്
എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നാട്ടുകാരൻ പോലുമല്ലാത്ത ഹിന്ദു ഐക്യവേദി നേതാവ് പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ ഇതൊന്നും ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കില്ല. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വിജയിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.